ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കീഴിക്കാത്തിന്റെ കീഴിലേക്ക് പോവാം. എനിക്ക് പെട്ടെന്ന് ചിരി വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം മുന്നത്തെ കിഴി എപ്പിസോഡിന്റെ അടിയിൽ ഒരു കമന്റ് ഉണ്ട്. അതായത് ഇവൻ പറയുന്ന ഒരു സാധനമുണ്ട്, ഞാൻ ടോസ് ഇടുന്നത് ശരിയല്ലാഞ്ഞിട്ടാന്ന്. അതിന്റെ അടിയിൽ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, നീ ടോസ് ഇടുന്നത് ശരിയാവാഞ്ഞിട്ടല്ല, മറ്റേ കൂടോത്രം ചെയ്യുന്നുണ്ടെന്നോ. അങ്ങനെ അത് ഞാൻ പെട്ടെന്ന് ഞാനത് ഓർത്തുപോയി. വെറുതെ രസത്തിന് ചിരി ആയുസ് കൂട്ടുന്നല്ലടാ. കുറച്ചു കാലം കൂടി നിന്നൊക്കെ ബുദ്ധിമുട്ടിക്കട്ടെ. ഇന്നെങ്കിലും അങ്ങനെയുള്ള കേക്കണ്ടല്ലോ. അല്ല, ആ കമന്റ് നീ കണ്ടത് കൊണ്ട് ഇന്ന് കൂടാത്രം ചെയ്യാതെ വന്നു. അതാണ് മാറ്റി പിടിച്ചു. ഓക്കെ, അജണ്ട പറഞ്ഞില്ല. അജണ്ട എന്താ? ഏറ്റവും വലുത് ആ ആള് വിജയിക്കും. റെഡി? ഓക്കെ. ഫസ്റ്റ് വൺ, തലവൻ. സിനിമയുടെ തീം സോങ് ഇന്ന് 5 മണിക്ക് വരും. സിനിമ റിലീസിനെത്തുന്നത് 24-ാം തീയതി കേട്ടോ. അത് ടെർബോ ആയിട്ട് ക്ലാഷ് കിട്ടില്ല. ത്രില്ലടിച്ചിട്ട് പാടില്ല എനിക്ക്. ഓക്കെ, ഞാൻ വീഡിയോ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുക. എനിക്ക് പ്രാന്താണ് എനിക്ക്. രായൻ ധനുഷ് നായകനാവുന്ന സിനിമ, ധനുഷ് തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. സിനിമയുടെ റിലീസ് ഡേറ്റ് ജൂൺ 13 കേട്ടോ. അതായത് ഇന്ത്യൻ 2 റിലീസ് ചെയ്യേണ്ടിരുന്ന ദിവസം അല്ലേ? മാറ്റി. അപ്പോൾ രായൻ വന്നു. എന്തായാലും തങ്കലാനി എന്താവോ? തങ്കലാന്റെ അറിയില്ല. ഇന്നലെ ഫസ്റ്റ് സിംഗിൾ വന്നിട്ടുണ്ടായിരുന്നു. AR റഹ്മാനാണ് സിനിമയുടെ മ്യൂസിക്. മോശമല്ലാത്തൊരു സോങ് ആയിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത കിഴി VD 14. വിജയ് ദേവാരകൊണ്ടയുടെ 14ാമത്തെ ചിത്രം കൺസെപ്റ്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. അല്ലേ? കുറേ വർഷങ്ങൾക്ക് മുൻപ് നടക്കുന്നൊരു കഥയാണ്. 1800 സംതിങ്ങിലാണ് അല്ലേ? ഓക്കെ, എന്തായാലും രാഹുൽ സംകൃത്യൻ ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നന്നായാൽ മതിയായിരുന്നു. ചെറുക്കൻ്റെ കാര്യത്തിൽ തിരിച്ചുവരാനുള്ളതാ. പിന്നെ തീർച്ചയായിട്ടും സിക്കന്ദർ മൂവിയില് രശ്മിക മന്ദാന ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ആള് സ്റ്റോറി കേട്ടിട്ടുണ്ട്. സന്തോഷമുണ്ട്. എടാ, കുറെ കാക്കകൾ ഇവിടെ വന്നിട്ട് അതിന്റെ ഇന്ന് വിരുന്നാര് വരുന്നുണ്ടെന്ന് പറഞ്ഞാടാ. നിന്റെ കട്ടയം പടം മടക്കും. നോ പ്രോബ്ലം, ഞാൻ ഇവിടെ നിന്ന് കണ്ണപ്പ സിനിമയില് പ്രഭാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നല്ലത്, എനിക്ക് കൂടോത്രം വെക്കുന്നത് തന്നെയാണ്. ഇതൊക്കെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സിനിമ അല്ലല്ലോ കണ്ണപ്പൊക്കെ. അതൊക്കെ ഇപ്പൊ എടുത്തപ്പോ ആയതാണ് ഇത് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ്. കണ്ണപ്പൊക്കെ എപ്പോ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആയി? അതായത് അക്ഷയ് കുമാർ, പ്രഭാസ്, പിന്നെ ലാലേട്ടൻ മാറി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നത് ലാലേട്ടൻ പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് വലിയ താരങ്ങൾ മറ്റു പല ഇൻഡസ്ട്രിയിൽ നിന്നും വന്ന് ചെയ്യുന്ന സിനിമയാണ് സുഹൃത്തുക്കളെ. സിനിമയാണ് കണ്ണപ്പ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. നമ്മുടെ ചെറുക്കൻ അതായത് പ്രഭാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. 3 ദിവസത്തെ ഷൂട്ടായിട്ടുള്ളത്. പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട്. പോസ്റ്റർ അല്ലല്ലോ, കാലല്ലേ പങ്കുവച്ചേക്കുന്നത്. അത് ഞങ്ങളുടെ പോസ്റ്ററാണ്. എന്റെ കാലുള്ള പോസ്റ്റർ നീ അംഗീകരിക്കൂല. എടുക്കടാ. ജിത്തു മാധവൻ നെക്സ്റ്റ് മൂവി. സിനിമയില് കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് വരുന്നു. അൻവർ റഷീദ് തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആവേശവും അൻവർ റഷീദും ഭാവന സ്റ്റുഡിയോയും കൂടിയായിരുന്നു. ഭാവന സ്റ്റുഡിയോ അല്ല, നമ്മുടെ നസ്രിയ, രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അൻവർ റഷീദ് സംഭവം തൊടുന്നതൊക്കെ അത്യാവശ്യം പൊന്നാണ്, വേറെ ലെവലാണല്ലോ. അപ്പോൾ ഓരോ കണ്ടെയ്നർ വാങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ജിത്തു മാധവന്റെ അടുത്തതിനെ ഒരു കണ്ടെയ്നർ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് അൻവർ റഷീദിനെക്കാളും ഈ സപ്പോർട്ട്, അതായത് ജിത്തു മാധവനെ സപ്പോർട്ട് ചെയ്ത് അൻവർ റഷീദ് ഇങ്ങനെ കൂടെ പോകുന്നതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ചെയ്യുന്നതെല്ലാം വ്യത്യസ്തമായ സാധനങ്ങളാണ് വരാൻ പോണതൊക്കെ. അപ്പം ആ ഒരു സാധനത്തിന് സപ്പോർട്ട് ചെയ്ത ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ കൂടെ തന്നെ നടക്കാന്ന് പറഞ്ഞാല് അതൊരു വലിയൊരു കാര്യമാണ്. കഴിവുണ്ട്. അംഗീകരിക്കണം അല്ലേ? അംഗീകരിക്കാൻ പറ്റില്ല. സപ്പോർട്ട് ചെയ്ത് മാത്രം നടക്കുന്നു. സിനിമ ഇറക്കി. ഓക്കെ, അടുത്ത കിഴിയും ഓജി. പവൻ കല്യാൺ മനസ്സിലായി. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് തെലുങ്കു
തെലുങ്ക് മൂവി അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും ഇവിടെ ഒരാളും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആയിട്ട് ഇരിക്കുന്നില്ല പവൻ കല്യാണിന്റെ മൂവിക്ക്. അത്ര അങ്ങനെയല്ല. ഓജി അല്ല, ഇനി എന്ത് വന്നാലും അത് അത്ര തന്നെ ഉള്ളു. ആ വീട് ഓജി സിനിമയുടെ റിലീസ് ഡേറ്റ് സെപ്റ്റംബർ 27 പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ സെപ്റ്റംബർ 27 ഞാൻ എവിടെ കിട്ടുന്നല്ലോ. അത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡേറ്റിന് കൊണ്ടുപോയി വെക്കരുത് എന്നുള്ളത്. ആഘോഷ പരിപാടി ആഘോഷം നമുക്ക് ആഘോഷങ്ങളുണ്ടല്ലോ. നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞ സിനിമ ആണെന്നല്ലേ. ഇതൊക്കെ കണ്ടിട്ടാണ് ആഘോഷിക്കുന്നത്. ഇത് നമുക്ക് ഇമ്രാൻ ഹാഷ്മിയൊക്കെ തകർക്കും വില്ലനായിട്ട്. മോനെ വേറെ ലെവൽ സിനിമ. ഓക്കെ, എന്തായാലും സിനിമയുടെ ഈ റിലീസ് ഡേറ്റ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതായത് ഒന്നെങ്കിൽ ഡിസംബറിലേക്ക് അല്ലെങ്കിൽ 2025 ഡിസംബർ 6 വളരെ നല്ലതായിരിക്കും. ഡിസംബർ 6 നമ്മൾ പോയിട്ട് ആഘോഷിക്കും. തകർക്കും നമ്മള്. തകർക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അല്ലേ? ഡിസംബർ 6 ഒരു തകർക്കലുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഡിസംബർ 6 പറഞ്ഞത്. ഡിസംബർ 6 റിലീസ് ചെയ്തിട്ട് വന്നിരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഒരു കരച്ചിലും. നോക്കിക്കോടാ, അത് നന്നാവും. നന്നാവട്ടെ അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അടുത്തത് മന്ദാകിനി സിനിമയുടെ നെയ്യപ്പൻ സോങ്. നെയ്യപ്പോ? സോങ്. നിനക്കിന്ന് നെയ്യപ്പം കഴിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നെയ്യപ്പൻ സോങ് നിങ്ങൾ പറയാല. എനിക്ക് ഇത് അറിയാണ്ട് പറ്റിപ്പോയതാണ്. ഇതുപോലെ എന്റെ അനാർക്കലി കാണുമെങ്കിൽ എന്റെ സുഹൃത്തൊരു പൊട്ടനാണെന്ന് മനസ്സിലാക്കുമല്ലോ. ഇനി ഇതിനകത്ത് വേറെ കോമഡി പറഞ്ഞുതരാം. ഇന്നലെ അനാർക്കലിയും അൽത്താഫിനെയും വീണ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. വീണ ഇന്റർവ്യൂ ചെയ്യാൻ നേരത്ത് അനാർക്കലി മരക്കാരെ സ്വാഗതം ചെയ്യാണ്, അൽത്താഫിനെ സ്വാഗതം ചെയ്യാണ്. അനാർക്കലി മരക്കാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് അൽത്താഫിന് അൽഫാം, ഞാനിപ്പോ മറ്റേ വട്ടയപ്പെന്ന് മാറി ഉണ്ണിയപ്പം മൊത്തത്തിൽ പോയത്. ഇവനിന്ന് പലഹാരത്തിനോട് പ്രത്യേക കമ്പുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ എന്തപ്പായിരുന്നു? നെയ്യപ്പം എന്ന് പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വന്നതാ. ഈ മന്ദാകിനിന്റെ എല്ലാ ചെയ്യുന്ന ആൾക്കാർക്ക് തെറ്റുന്നുണ്ടല്ലോ. തെറ്റുന്നൊന്നല്ല, നിനക്ക് ആഗ്രഹം അതാണ്, അതുകൊണ്ട് അത് പറഞ്ഞു. എന്താണെങ്കിലും വട്ടയപ്പം സോങ് എന്റെ സുഹൃത്തിന് വേണ്ടി ഒരു അപേക്ഷയായിട്ട് വന്നിരിക്കുകയാണ്. വട്ടയപ്പം എന്നുള്ള ഒരു ഇത് മാറ്റിയിട്ട് നെയ്യപ്പം നാക്കാൻ പറ്റുമോ? ഇല്ല, ഡബ്സീനെ ഒന്ന് വിളിക്കാം. ഡബ്സി വേണ്ട, ഡബ്സി പാടിയത് മന്ദാകിനി ടീമിനോടാണ്. പറ്റുമോ? ഇല്ല, പറ്റില്ല. ചിലപ്പോ ചെയ്തൊക്കെ തരുവാടാ, ചിലപ്പോ മാറ്റിയൊക്കെ തരും. എന്താണെങ്കിലും സോങ് ഇന്നലെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സോങ് ആണ്. ട്രെൻഡ് അതായത് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സോങ്ങുകളൊക്കെ നമുക്കറിയാം. ആവേശത്തിലെ ആണെങ്കിലും ഡബ്സിന്റെ സോങ്ങിന് ഒരു പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്, ഒരു വൈബും ഉണ്ട്. ആ ഒരു വൈബൊക്കെ ഈ സോങ്ങിലും ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ സോങ്. എന്താടാ? ഒന്നുമില്ല, ഒരു മിനിറ്റ്. ഞാനും വിചാരിച്ചു ടർബോ കഴിഞ്ഞ ടർബോ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോകുന്നു 12-ാം തീയതി 9 മണിക്ക് ഇന്ത്യൻ ടൈമിൽ ഈ സാധനം പുറത്തു വരും. ഞെട്ടിക്കും, തീയിടും, ചാമ്പലാക്കും. ടർബോ ട്രെയിലർ അവിടെ ഒരു 5 മണിക്ക് നടത്തിയിട്ട് ഇവിടെ ഒരു 6:30 ഇവിടെ ഉണ്ടായിരുന്നു. എന്നാ ഇവിടെ ആളി കത്തിച്ചേനെ. ഇപ്പോഴും കത്തും, പക്ഷെ എന്നാലും മഴ ഉണ്ടാകുമോ? മഴ ഉണ്ടെങ്കിൽ നന്നായിട്ട് കത്തും. ഞങ്ങളുടെ ഈ ഏരിയയില്, അതായത് നിലമ്പൂർ ഏരിയയില് ഇപ്പൊ മഴ കിട്ടുന്നത് ഏതാണ്ട് രാത്രി സത്യം ഈ സമയത്താണ്. മഴന്റെ കൂടെ നല്ല കാറ്റും നല്ല ഇടിയും മിന്നലൊക്കെ തരുന്നുണ്ട്. അപ്പൊ ആ ഒരു മിന്നലില് തീ കത്തിക്കുമ്പോ കെട്ടുകൊണ്ടിരുന്നു, പേടിയാവുന്നുണ്ട്. മഴയൊക്കെ പെയ്തിട്ടേ പ്രോപ്പറായിട്ട് ആ കൃത്യസമയത്ത് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. 9 മണിക്ക് മഴയൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു, സത്യം കേട്ടോ. അടുത്തത് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞു. ക്ലീൻ യു സർട്ടിഫിക്കറ്റ്. പിന്നെ സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂറും 15 മിനിറ്റും. നല്ല സമയം, കറക്റ്റ്. അതായത് ഒരു സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ടൈം 2.25 മണിക്കൂർ. ഓക്കെ, അപ്പോൾ അടുത്ത കിഴി ഏതാന്ന് വെച്ചാൽ അന്നേക്ക് തകർക്കാനുള്ളതാ. ഓക്കെ, വാവ്, ഉണ്ണിയപ്പം. മതിയടേ എടാ ജയ് ഗണേഷ്, നീ 2 പേർക്കും കൂടി ഒരുമിച്ച് തരല്ലേ, ആർക്കും ഒരാൾക്ക് കൊടുക്ക്. നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ ഉപ്പിൻ്റെ സിനിമ ജയ് ഗണേഷ് സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സും ഡിജിറ്റൽ റൈറ്റ്സും നമ്മുടെ മനോരമ ടീം കൊണ്ടുപോയിട്ടുണ്ട്. മനോരമ മാക്സ് പറഞ്ഞു. മനോരമ
മനോരമ മാത്രം ആ മനോരമേ ഉള്ളൂ. മനോരമയാണ് സാറ്റലൈറ്റ്, മനോരമ മാക്സ് ഡിജിറ്റൽ റൈറ്റ്സ്. മനോരമ മാത്രമുള്ള സിനിമ ചാനലിന്റെ പേര് തൽക്കാലം മനോരമ എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ. അല്ല, മനോരമ മാക്സ് അത് ഡിജിറ്റൽ ചാനൽ, അതായത് OTT പ്ലാറ്റ്ഫോം. ഇവരുടെ മനോരമ അല്ലേ അത് ന്യൂസ് ചാനലല്ലേ മനോരമ ഓൺലൈൻ? അല്ല, മനോരമ ഞാൻ വല്ലതും പറഞ്ഞാൽ കുറച്ച് കൂടി പോട്ടോ. മലയാള മനോരമ. എന്നാ മലയാളം കൂടി കൂട്ട്. അല്ല, മനോരമ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. എന്തോ ഒരു വാലുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തെങ്കിലും കുറവുണ്ടോ നിനക്ക്? എന്തോ ഒരു കുറവുള്ള പോലെ. നോക്കട്ടെ, അടുത്തത് പറ. ബാറോസ് സിനിമയുടെ ടീസർ, അതായത് മെയ് 21 നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേന്റെ ദിവസം ബാറോസിന്റെ ടീസർ വരും എന്നാണ് കേൾക്കുന്നത്. അന്ന് L360 ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ടാവും. തലേ ദിവസം 20 ഉണ്ടാവും ടൈറ്റിൽ. അത് അനൗൺസ്മെന്റ് ആയിരിക്കും, ഇന്ന ടൈമിൽ വരും എന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരു ദിവസത്തെ വെക്കോ അങ്ങനെ ചെയ്തിട്ടോ. 20 അനൗൺസ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടും കൂടെ ഒരുമിച്ച് അന്ന് അനൗൺസ്മെന്റ് ഉണ്ടാവുന്നേ പറഞ്ഞിട്ടുള്ളേ. എമ്പുരാന്റെ ഉണ്ട്. എമ്പുരാന്റേതും ഉണ്ട്. സെക്കൻഡ് ലുക്ക്. വേറെ ഏതോ ഒരു സിനിമേന്റെ കൂടെ വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. കൊറേ വരും. എന്തായാലും ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ എന്തായാലും വരും. ഒരു 4-5 എണ്ണം പ്രതീക്ഷിക്കാം. കണ്ണപ്പന്റെ ഉണ്ടാവണേ. കണ്ണപ്പ. ഓക്കെ, അടുത്തത് അമരാൻ. ശിവകാർത്തികേയൻ നായകനാവുന്ന സിനിമയിൽ നമ്മുടെ സായി പല്ലവിയാണ് നായികയായിട്ട് വരുന്നത്. സായി പല്ലവിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ആളുടെ ബർത്ത്ഡേ ഇന്നലെ. സായി പല്ലവി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇവിടെ നെഞ്ചിടിക്കും. തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെ വൈകിപ്പോയി ബർത്ത്ഡേന്റെ ഇത് അറിഞ്ഞപ്പോഴേക്ക് കുറച്ച് അതിപ്പോ ഇന്നലെ വേറൊരു കിഴി എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇതിപ്പോ ഓർത്ത് വെച്ചോണ്ടിരിക്കാൻ പറ്റുമെന്നില്ല. അതെ, ഇത് ഞാൻ ഓർത്ത് വെച്ചോണ്ടിരിക്കാൻ. ആള് ഹസ്ബൻഡ് ഒന്നും അല്ലല്ലോ, ഫാനല്ലേ, ഫാൻ. പിന്നെ തീർച്ചയായിട്ടും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി മൈ ക്രഷ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാൻ ആർക്കും കൊടുക്കൂല. അത് കൊടുക്കൂല. എന്തായിരുന്നു സിനിമേന്റെ പേര് പറഞ്ഞ? അമരാനല്ലേ? നീ അമരാൻ പോവാ ഈ കിഴിയോട് കൂടി. അതാ നീ എടുത്തതാണോ? നീ എടുത്ത കിഴി. ഞാനിവിടെ ബാറോസ് എടുത്ത് വെച്ചേക്കാം. ഗുരുവായൂർ അമ്പലനടയില് ബാറോസ്, സിക്കന്ദർ, രായൻ കണ്ണപ്പ. കറക്റ്റാ. അടുത്തത് DQ നഹാസ് ഹിദായത്ത് മൂവി സിനിമ. നഹാസ് ഹിദായത്തിന്റെ അടുത്ത മൂവി DQ തന്നെ ആയിരിക്കും നായകനെന്നും വേഫെയർ ഫിലിംസ് ആയിരിക്കും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള ശക്തമായ ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന സിനിമ നഹാസിന്റെ ആയിരിക്കും. DQന്റെ ഈ വർഷം തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. അതായത് പൃഥ്വിരാജിന്റെ ഒരു മൂവി ഉണ്ടായിരുന്നു നഹാസിന്. അപ്പോൾ അതിന് ശേഷമായിരിക്കും. അപ്പോൾ അതായത് ദുൽഖറിന്റെ സിനിമ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പൃഥ്വിരാജ് മൂവി അല്ലേ? സാധാരണ തിരിച്ചാ പറഞ്ഞോണ്ടിരുന്ന അല്ലേ? ഞാൻ ആലോചിക്കുന്നതല്ല, ഈ കൊല്ലം തന്നെ ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ. ഒരു വർഷമൊക്കെ മലയാളത്തിൽ ഒരു സിനിമ ഇല്ലാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, അതും DQനെ പോലെ ഒരു നടൻ. അതും സിനിമ പൊട്ടി, അതായത് കിങ് ഓഫ് കൊത്ത പൊട്ടി. ശരിയാണ്. അതിനെ മാറ്റിമറിക്കാൻ അപ്പുറത്ത് നല്ല സിനിമ കൊടുത്തു കഴിഞ്ഞാൽ അത് മറക്കും. പിന്നല്ലാണ്ട് അങ്ങനെയല്ലേ എല്ലാരും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ തന്നെ ഒരു മുതലില്ലേ? ആ മുതലിനെ നോക്കിയാൽ മതി. ആളെ കണ്ടു പഠിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പരാജയത്തിൽ ഒളിച്ചുകൂടലുണ്ട്. സാധനം ഇറക്കിയിട്ട് കാണിച്ചു കൊടുക്കണം. മാത്രമല്ല ദുൽഖറിനോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് അല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു നടനെയാണ് മലയാളത്തിന് നഷ്ടപ്പെട്ടിങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും തിരിച്ചു വരട്ടെ. തിരിച്ചു വരൂ. മകനെ തിരിച്ചു വരും. നിന്നെ കാത്ത് ഞങ്ങളോട് ഇരിക്കുന്നത്. എന്താണെങ്കിലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. നമ്മൾ ഏതാണ്ട് കിഴി, അതായത് ദുൽഖറിൻ്റെ ഏതെങ്കിലും അപ്ഡേറ്റ്സ് പറയുന്ന സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് മകനെ തിരിച്ചു വരും, ആളെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ. ശരിക്കും ഇത് ആളുടെ വാപ്പ ഞങ്ങളെ പ്രത്യേകം പറഞ്ഞ് കേൾപ്പിച്ചതൊന്നല്ല കേട്ടോ. അത് പറഞ്ഞു നോക്ക്, ചിലപ്പോ വന്നാലോ. ഒരു വൈബിളുള്ള ആൾക്കാരല്ലേ? അല്ലെ, നമുക്ക് ചോദിച്ച പോലെ മറ്റേ സിനിമേന്റെ കാര്യത്തിലും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതാ വേണ്ടത് അതാണ്. അപ്പൊ നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. അതെ, വരികയാണെങ്കിൽ വരട്ടെ. അത്രേ ഉള്ളൂ. ഞാനൊക്കെ കുറെ പറഞ്ഞു നോക്കി, നമ്മളൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞെങ്കിലൊന്ന് ആളെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. അത് നമുക്കറിയാം. പല കിങ് ഓഫ് കൊത്ത റിലീസ് ചെയ്യാൻ നേരത്തും പല ഉപദേശങ്ങളും കൊടുത്തതാണ്. അതൊന്നും അവര് ചെവിക്കൊണ്ടില്ല. അപ്പൊ അതിനുശേഷം ആളെ ഫേസ് ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും അതെ, എന്താണെങ്കിലും സ്വന്തം തന്തയല്ലേ, ധൈര്യമായിട്ട് വന്നു, ഒരു പ്രശ്നവും ഇല്ലാന്നല്ലേ.
അത് തന്തേതുകൊണ്ട് പ്രശ്നേ. പാപ്പാ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒന്ന് പോടറക്കാന്നെങ്കിലും പറഞ്ഞു പോയാൽ. എന്റെ ശത്രു പെരയിൽ തന്നെയാണെന്ന് നിങ്ങൾ ഇന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലല്ലോ. ഏത് രീതിയിലും പരാജയപ്പെടുത്താനായിട്ട് ഒന്നിനും നിവർത്തിയില്ല. എന്താണെങ്കിലും ലുക്ക് കൊടുത്തു, ലുക്കിലും രക്ഷയില്ല. മുകളിലേക്ക് കൊടുത്തു. അവിടെ ലുക്ക് ഒന്ന് വരുമ്പോ അപ്പുറത്ത് വേറെ 2 കൊണ്ട് വരും. അവന്മാരെ ഐറ്റംസാ. എന്താണെങ്കിലും പോട്ടെ, എന്തായാലും തിരിച്ചു വരട്ടെ.